ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ എഗ്ലെസ് വീറ്റ് ക്യാരറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോയിസ്റ്റ് കേക്കാണിത്. അപ്പോൾ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. സാധാരണ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതേപോലെ തന്നെ പഞ്ചസാര നമുക്കിവിടെ ഒരു 1/2 കപ്പോളം വേണം. അതായത് ഓരോരുത്തരും മധുരം അനുസരിച്ച് ചിലപ്പോൾ ഒരു 1/4 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് വേണം. അവിടെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും ഗ്രേറ്റ് ചെയ്തത് തന്നെ ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പോളം ഗ്രേറ്റഡ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പോളം പാല് വേണം. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത പാലാണെങ്കിൽ നമ്മളത് പുറമേ വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ നമുക്കിതിൽ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഇവിടെ 1 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ആവശ്യമുണ്ട്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു സെറ്റപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രം എടുക്കുക. ഉള്ളിലായിട്ട് സ്റ്റീലിൻ്റെ ഇതേപോലെ ഒരു പാത്രം കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ കേക്ക് ടിന് വയ്ക്കാൻ പോവുക. നല്ല സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണിത്. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു 10 മിനിറ്റോളം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ആ നല്ല ചൂടായ ഈ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ നമ്മുടെ കേക്ക് ടിന് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് അരിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം. വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പോളം ഷുഗർ, അതായത് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പാലും പഞ്ചസാരയും എണ്ണയും ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അതായത് എല്ലാം കൂടെ യോജിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഒറ്റയടിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ കട്ടയില്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പൊടിയും കൂടി ഉള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് കട്ടില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഫ്ലോറൊക്കെ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് മിക്സിങ് നിർത്താം. ഇപ്പം നമ്മളുടെ കേക്ക് ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതായത് കണ്ടോ, ഇപ്പം ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചോപ്ഡ് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നിർബന്ധവുമില്ല, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിപ്പോൾ കയ്യിലില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലായിട്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടൊന്ന് തൂക്കി കൊടുത്താൽ മതി മൊത്തത്തിൽ. എന്നിട്ട് അതൊന്ന് ബാക്കി വന്ന പൊടിയൊക്കെ ഒന്ന് കുത്തി കളഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ കൈ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ വാൾനട്ട്സോ ആൽമണ്ട്സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ടിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ പാനിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ കൈയൊന്ന് പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത്രയും നല്ല ചൂടായിരിക്കും ഇത്. ഇനി നമുക്ക് ഒരു 30 മിനിറ്റ്, മിനിമം 30 മിനിറ്റ് എങ്കിലും ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 30 മിനിറ്റിനുള്ളിൽ ദയവായിട്ട് ഇത് തുറന്ന് നോക്കാതെ ഇരിക്കുക. 30 മിനിറ്റിന് ശേഷം മാത്രം ഒരു സ്ക്യൂർ വെച്ച് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കുക. എനിക്ക് ഇവിടെ ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്ക്യൂർ എടുത്തിട്ട് കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പുറത്തെടുത്ത് വയ്ക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഇതൊന്ന് മുറിച്ചെടുത്താൽ മതി, കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്നും തീരെ കരിഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ മുറിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ മുറിച്ച് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സ്പോഞ്ചി കേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒരു മോയിസ്റ്റ് കേക്കാണ് ഇത് കേട്ടോ. ഇത് ഗോതമ്പ് പൊടിയാണെന്ന് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.